ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന. അതിൽ ആമുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭരണഘടന ലക്ഷ്യം വയ്ക്കുന്ന ആശയങ്ങളെയാണ് ആമുഖത്തെ പ്രതിപാദിക്കുന്നത്. ഭരണഘടന ലക്ഷ്യം വയ്ക്കുന്ന ആശയങ്ങളെയാണ് ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത്. 1946 ഡിസംബർ 13 നെഹ്റു ഭരണഘടന നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ആമുഖം. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടന നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22. ലക്ഷ്യപ്രമേയത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ആമുഖം. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ദാരുണമായത് അല്ലെങ്കിൽ അപക്വമായത് അല്ലെങ്കിൽ ദുരന്തം എന്നിങ്ങനെ വിമർശിച്ചത് മുകുന്ദ് റാംറാവു ജയകർ ആണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖം വേണമെന്ന് ആദ്യമായി അവകാശപ്പെട്ട വ്യക്തി BN റാവു. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ആമുഖത്തിൻ്റെ ശില്പി അല്ലെങ്കിൽ ആമുഖത്തിൻ്റെ കാവ്യാത്മകമായ ശൈലിയിൽ രചിച്ചത് നെഹ്റു. ആമുഖത്തിൻ്റെ പേജ് മനോഹരമാക്കിയ ചിത്രകാരൻ റാം മനോഹർ സിൻഹ. ആമുഖത്തിൽ പ്രതിപാദിപ്പിക്കുന്ന ആകെ വാക്കുകളുടെ എണ്ണം 73. ആമുഖം ന്യായവാദത്തിന് അർഹമാണോ അല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആമുഖം ന്യായവാദത്തിന് അർഹമല്ല. കാരണം ആമുഖം കോടതി വിധിയിലൂടെ നേടിയെടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.